താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ 6 കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതി ഇന്ന് ജാമ്യം അനുവദിച്ചു. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് മാതാപിതാക്കൾ സത്യവാങ്മൂലം നൽകണം. അതുപോലെ പ്രതികൾക്ക് ക്രിമിനൽ ബന്ധമുള്ളതായി തെളിവില്ലെന്ന് കോടതി ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കി. വിധിയിൽ കടുത്ത നിരാശയുണ്ടെന്ന് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ ഇന്ന് പ്രതികരിച്ചു. കർശന ഉപാധികളോടെയാണ് 6 വിദ്യാർത്ഥികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. 50,000 രൂപയുടെ ബോണ്ട് നൽകണം, അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണം, ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുമായി സമ്പർക്കമുണ്ടാകാൻ അനുവദിക്കരുത് തുടങ്ങിയ ഉപാധികളാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതോടെ 3 മാസമായി ഒബ്സർവേഷൻ ഹോമിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്കും വീട്ടിലേക്ക് മടങ്ങാം. ഹൈക്കോടതി നിലപാടിൽ കടുത്ത നിരാശയിലാണ് ഷഹബാസിന്റെ കുടുംബം. ജാമ്യം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന പിതാവ് ഇക്ബാൽ. ഇപ്പൊ ഇത്ര പെട്ടെന്ന് ഇവർക്ക് ജാമ്യം അനുവദിച്ചതിന്റെ പിന്നിൽ രാഷ്ട്രീയപരമായിട്ട് ആളുകൾ ഉണ്ട് എന്ന് ഉറപ്പായി. ജാമ്യം റദ്ദാക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകാനിരിക്കുന്നത്. അതായത് ഇത്തരം കുട്ടികൾ ഇവരെ പശ്ചാത്തലം പിന്നിലുള്ള വളരെ ക്രിമിനലായ പശ്ചാത്തലമാണ്. അതുകൊണ്ട് ഇനി നാളെ ഇത് വേറൊരു കുട്ടിക്ക് ഒരു രക്ഷിതാവിനും ഇത് ഉണ്ടാവാൻ പാടില്ല. കുറ്റാരോപിതർക്ക് ജീവഹാനി ഉണ്ടാകുമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചില്ല. 3 മാസം മുൻപ് കുറ്റാരോപിതരുടെ സ്കൂളിലേക്ക് കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞെത്തിയ ഊമക്കത്താണ് കോടതി തള്ളിയത്. കുറ്റാരോപിതരുടെ ക്രിമിനൽ ബന്ധം തെളിയിക്കാനും പ്രോസിക്യൂഷനായില്ല. ഫെബ്രുവരി 27 നടന്ന ഏറ്റുമുട്ടലിൽ സാരമായി പരിക്കേറ്റ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മാർച്ച് 1 പുലർച്ചെയാണ് ഷഹബാസ് മരിച്ചത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി.